ഇത് യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണേ. സത്യം പറഞ്ഞതൊരു ഷോർട്സ് ആക്കി ഇടാനായിരുന്നു കേട്ടോ എനിക്കിഷ്ടം. പക്ഷെ ഒരുപാട് നാളുകൂടി കടലിൽ പോയതിൻ്റെ ആവേശത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസും എടുത്തു കേട്ടോ. ഈ ചിരിക്കുന്നവൻ എൻ്റെ കുഞ്ഞുവാവയാണേ. ഇവനെ രഹസ്യമായിട്ട് നമ്മൾ അപ്പുകുട്ടാന്നും പരസ്യമായിട്ട് നമ്മൾ തൊപ്പുകുട്ടാന്നും കേട്ടോ വിളിക്കാറ്. ഇവൻ ഇതുവരെ കടൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവൻ ആദ്യമായിട്ട് കടൽ കാണുമ്പോൾ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷെ എൻ്റെ തൊപ്പക്കുട്ടൻ കടലിലേക്ക് മാത്രം നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം ചിലപ്പോൾ അവനത് മനസ്സിലാകാനുള്ള പ്രായമായി കാണില്ല എന്ന് വിശ്വസിക്കാം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചിരിയും കളി സന്തോഷമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവനതൊന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. എങ്കിലും അവൻ കടലിലേക്കുള്ള നോട്ടം വളരെ കുറവായിരുന്നു കേട്ടോ. ഇതിനു മുൻപ് കടലിൽ പോയപ്പോൾ കുഞ്ഞുമണി ഭയങ്കര ആക്റ്റീവായിരുന്നു. പക്ഷേ ഇന്ന് അവൾ അത്ര ആക്റ്റീവായി വന്നിട്ടില്ല കേട്ടോ. ആദ്യം അത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവൾ എല്ലാത്തിനോട് അറ്റാച്ച്ഡ് ആവുന്ന ഒരു 2 മിനിറ്റ് സമയം എടുക്കുക. ആ 2 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലെ പതിയെ ഇരുന്ന് മുഴുവൻ മേലേക്കൊന്ന് നനച്ചിട്ട് കൈ വിട്ടിരിക്കാനും കൈ വിട്ട് ഓടാനും ഒക്കെ ആയിരുന്നു കേട്ടോ അവൾക്ക് ധൃതി. പക്ഷെ അവളെ കൈ പിടിച്ച് നിർത്താൻ നമുക്കൊരു ധൈര്യമില്ല. നല്ല പേടിയായിരുന്നുകൊണ്ട് നമ്മൾ നിർത്തിയില്ലേ. കൈ പിടിച്ച് അവൾക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ കുറച്ച് നേരം നടന്നത് ഈ സാധനമൊക്കെ പറക്കിയെടുത്തു കേട്ടോ. അന്നത് എന്തിനാ അവിടെ നിന്ന് പറക്കിയെടുത്തതെന്നൊന്നും എനിക്കൊരു പിടുത്തമല്ല. കാരണം ആ വീഡിയോ എടുത്തൊരു 4 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇന്നാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. ഇന്നും ഞാൻ അന്നും അത് കൊണ്ടുവന്ന് വെച്ചാൽ അതേ സ്ഥലത്ത് ഇവരെല്ലാം സേഫായിട്ടിരിപ്പുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണെങ്കിലും ഇപ്പോൾ തലയും കുത്തി വീണേനെ കേട്ടോ. കുഞ്ഞുമണി എല്ലാത്തിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ്. അവൾ പിന്നെ വയലൻ്റ് ആയിരിക്കും. അവളുടെ ഉള്ളിലെ നാഗവല്ലി ആ നിമിഷം പുറത്തിറങ്ങുവേ. അവളുടെ മേത്ത് മണ്ണും ചെളിയും പൊടിയൊന്നും ഇരിക്കുന്നത് എൻ്റെ അപ്പന് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മിനിറ്റിന് കൊണ്ടുവന്ന് അവളുടെ മേലൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അവളാണെങ്കിൽ നാഗവല്ലി വാളെടുത്ത് വെട്ടുന്നതിനേക്കാളും കലിയോടെ ആട്ടോ മണൽ പിറക്കി തിരമാല വരുമ്പോൾ അതിലേക്ക് എറിയുന്നത്. അപ്പന് പേടിയാണ് അവളെ ശരിക്ക് താഴേക്കൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഞാനും എൻ്റെ അനിയത്തിയും ചെറുപ്പത്തിലായിരുന്നു. അപ്പം ഞങ്ങളെ കൊണ്ട് എൻ്റെ അപ്പം കാണിക്കാത്ത സാഹസങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കൊച്ചുമോക്കയുടെ കാര്യം പറയുമ്പോൾ ഒരു ഇറുക്കിലെടുത്ത് തന്നെ തല്ലാൻ പോലും ഇവരൊന്നും സമ്മതിക്കില്ല കേട്ടോ. ഇച്ചാനുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇപ്പോൾ അവളെ കൊണ്ട് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിയേനെ കേട്ടോ. അല്ലെങ്കിലും കൊച്ചുമക്കളുടെ കാര്യം വരുമ്പോൾ ഇവർ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണല്ലോ. കുഞ്ഞുമണിക്ക് അതിൽ നല്ല പരാതിയുണ്ട്. എൻ്റെ അപ്പായി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ മഴ നനയിച്ചേനെന്ന് അവൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് കേട്ടോ. ഭൂമിയിലേക്ക് പെയ്യുന്ന എല്ലാ മഴയും നനയണമെന്ന് എൻ്റെ കെട്ടിയവനും എൻ്റെ ഈ പെണ്ണിനും വളരെ നിർബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു മഴ തുടങ്ങി കഴിഞ്ഞാൽ അത് തീരുന്ന ഒരു 2 പേരും മഴ നനഞ്ഞ് മുറ്റത്ത് തന്നെ ആയിരിക്കും കേട്ടോ. 2023 ഡിസംബർ 25-ാം തീയതി, അതായത് ഒരു ക്രിസ്മസ് ദിവസം, വേളാങ്കണ്ണിയിൽ തിരിച്ചു വരുന്ന വഴിക്ക് കടലിൽ കൊണ്ടാകാതെ തിരിച്ച് വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ നല്ല വാശിയായിരുന്നു. ആ ക്രിസ്മസിൻ്റെ അന്ന് എറണാകുളം ടൗൺ മുഴുവൻ ഞങ്ങൾ ചുറ്റിയെങ്കിലും ഞങ്ങൾക്ക് ഒരു കടയും കിട്ടിയില്ല കേട്ടോ. ഉച്ച എന്ന് പറഞ്ഞ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കടൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇവരെല്ലാവരും എന്നെ ഒന്ന് നോക്കി പിടിപ്പിക്കുകയെ. കുറേ നേരം അവളുമായിട്ട് കളിച്ചുകൊണ്ട് നടന്ന ആളാണ്. ഇപ്പം അവളെ വഴക്ക് പറഞ്ഞ് കയറ്റി കേട്ടോ, തലയിൽ മണലി അടിയെന്നും പറഞ്ഞ്. പിന്നെ അതേ ചേട്ടായും കൊച്ചും കൂടെ പട്ടമൊക്കെ വാങ്ങിച്ച് പറപ്പിക്കുന്നുണ്ടായിരുന്നേ. ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയൊക്കെ വാങ്ങിച്ച് അതും തിന്നോണ്ട് അവിടെ നിന്ന് അതൊക്കെ കണ്ടേ. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തതെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണേ. ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഇനി ഇതുപോലെ ഇത്രയും സന്തോഷമായ നിമിഷങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. ഇനി ആരൊക്കെ എത്രമാത്രം നമ്മളെങ്ങനെ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിടവ് വന്നാൽ എന്നും അത് ഓരോ വിടവുകളായിരിക്കും അല്ലേ. ചെണ്ടപ്പുറത്ത് കോല് വയ്ക്കുന്നിടത്തെല്ലാം ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോയിരുന്ന ഞങ്ങളുടെ മാമൻ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല കേട്ടോ. ആ വിടവ് ഈ ഭൂമിയിൽ ഇനി ആർക്കും നികത്താനും പറ്റില്ല. തിരിച്ചു വന്ന് പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മളൊരു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് എല്ലാവരും കയറി കിടന്നേ.